സുഹൃത്തുക്കളെ, ഇത് വിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആൻ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലെല്ലാ അക്ഷരങ്ങളും ദൈവീകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്ത്യാനിയെയോ ജൂതനെയോ ഹിന്ദുവിനെയോ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരാളെ, നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യന്മാരെയും കൊല്ലാൻ സാധിക്കുമോ? ഈ ഖുർആൻ മുഴുവൻ 114 അധ്യായങ്ങളും വായിച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും, ഇതിലെ ഓരോ അക്ഷരവും ഇങ്ങനെ കൊല്ലുന്ന ആളുകളുടെ ശത്രുവാണ്. ഈ ഓരോ അക്ഷരങ്ങളുടെയും ശത്രുക്കളാണ് ഈ കൊലയാളികൾ എന്ന് നമുക്ക് വളരെ വിശ്വാസപൂർവം പറയാൻ സാധിക്കുന്നതായിരിക്കും. ഒന്ന്, ഇസ്ലാമിൽ 100% ഇസ്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ദൈവികമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് പോലും മറ്റൊരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധം ചെലുത്താനേ പാടില്ല എന്നാണ് ഖുർആനിന്റെ അധ്യാപനം പറയുന്നത്. ഈ ഖുർആനിലെ 2-ാം അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ബഖറ, അൽ ബഖറ എന്നാണ്, പശു എന്നാണ് അതിന്റെ അർത്ഥം. ഈ അധ്യായത്തിലെ 256-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ബലാത്കാരമേ ഇല്ല, നിർബന്ധിക്കാനേ പാടില്ല. സത്യം അസത്യത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നു. അപ്പൊ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് പോലും ഇതിലെ കൊണ്ടുവരാൻ ബലാത്കാരമോ നിർബന്ധിത മതപരിവർത്തനമോ പാടില്ല. അത് ഖുർആൻ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. രണ്ടാമത്തേത് നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ആളുകളെ കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നു. ഒരു വ്യക്തിയെ ഒരാൾ കൊന്നാൽ, അന്യായമായി കൊന്നാൽ, ഇനി ന്യായമാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല, ആ ഭരണകൂടത്തിന് മാത്രമേ സാധിക്കൂ. ഖുർആനിലെ സൂറത്തുൽ മാഇദ അഥവാ ഈ അധ്യായം 5-ാം അധ്യായമാണ്, 32-ാമത്തെ വചനം. 5-ാം അധ്യായം സൂറത്തുൽ മാഇദ, തളിക എന്നാണ് അതിന്റെ അർത്ഥം. ഇതിലെ 52-ാമത്തെ വചനത്തിൽ പറയുന്നു: മിൻ അജലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായീൽ. ആ കാരണത്താൽ ബനു ഇസ്രായേൽ സമൂഹത്തിന് നാം നിർബന്ധമാക്കി, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്. കൊല ചെയ്തതിന്റെയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെയോ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾ അന്യായമായി ഒരു നഫ്സ് എന്ന് പറഞ്ഞാല് മുസ്ലിം എന്നല്ല അതിന്റെ അർത്ഥം. മുസ്ലിമും പെടും, ഹിന്ദുവും പെടും, ക്രിസ്ത്യാനിയും പെടും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ശരീരം എന്നാണ് അതിന്റെ അർത്ഥം. ഏതെങ്കിലും ഒരു ശരീരത്തെ ഹത്യ ചെയ്താൽ, അങ്ങനെ ഒരാൾ ജമീഅ എന്ന് പറഞ്ഞാൽ മുഴുവൻ, നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ്, മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. എന്നിട്ട് അതിന് ശേഷം പറഞ്ഞു വമൻ അഹിയാഹ, ഒരു ജീവൻ, ഒരാൾക്ക് ഒരു ജീവന് രക്ഷ നൽകിയാൽ ഫകഅന്നമാ അഹിയന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിനും തുല്യമാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഖുർആനിന്റെ ആളുകൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ അന്യായമായി കൊല്ലാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഈ ആളുകളും ഖുർആനും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഒരു ബന്ധവുമില്ല. മറ്റൊരു സൂറത്ത് അധ്യായം 6-ാം അധ്യായത്തിലെ 108-ാമത്തെ വചനത്തിൽ പറയുന്നു, നമുക്കറിയാം ഖുർആൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്, ഏറ്റവും നമ്പർ 1 പാപമായി കാണുന്നത് ദൈവത്തിൽ പങ്കുചേർക്കലാണ്. ബഹുദൈവത്വം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നാൽ പോലും മറ്റുള്ള ആളുകൾ ആരാധിക്കുന്ന, പൂജിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ ശകാരിക്കുന്നത് ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. ഖുർആനിലെ 6-ാം അധ്യായത്തിലെ 108-ാമത്തെ വചനത്തിൽ പറയുന്നു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി. നിങ്ങൾ അവർ ആരാധിക്കുന്നവരെ ഒരിക്കലും ശകാരിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, അവരെ നിന്ദിക്കാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി ഖുർആൻ പറയുന്നു. മറ്റൊരു അധ്യായം 6-ാം അധ്യായത്തിൽ തന്നെ 151-ാം അൻആം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്, കന്നുകാലികൾ. ഇതിലെ 151-ാമത്തെ വചനത്തിൽ പറയുന്നു, സ്വന്തം മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞ ശേഷം മറ്റുള്ളവരെയും കൊല്ലരുത്. അപ്പൊ സ്വന്തം മക്കൾക്ക് തുല്യമായി കാണുന്ന മറ്റുള്ളവരെ. ഇതിൽ പറയുന്നു, ഓരോ കാര്യങ്ങൾ എഴുതി പറയാണ് കുൽ തആലൂ മാ ഹറമല്ലാഹു, അല്ലാഹു നിഷേധിച്ച കുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ഒന്നാമത്തത് പറയുന്നു അല്ലാ തുഷിരിക്കൂ ബിഹി ഷൈഅ, ദൈവത്തിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളുടെ നന്മയിൽ പെരുമാറണം. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ,
പട്ടിണി ഭയന്ന് നിങ്ങൾ സ്വന്തം കുട്ടികളെ കൊന്നുകളയരുത്. നെഹ്നു നെർസുക്കും ഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. അതിന്റെ ശേഷം പറയാണ് വലാ തഖ്റബുൽ ഫവാഹിഷ മാ വഹറ മിൻഹാ വമാ ബതൻ, നിങ്ങൾ വെളിപ്പെട്ടതും എല്ലാത്തതും പരസ്യമായതോ രഹസ്യമായതോ ഒരു പാപത്തിലേക്കും പോകാൻ പാടില്ല. എന്നിട്ട് പറയാണ് വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഒരാളെയും ഒരു ജീവനെ പോലും നിങ്ങൾ ഹനിക്കാൻ പാടില്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആളുകളെ ബോംബിട്ട് കൊല്ലാനോ വെടിവെച്ച് കൊല്ലാനോ സാധ്യമാണ്? ഒരിക്കലും സാധ്യമാവുകയില്ല. ഇതിന്റെ തന്നെ മറ്റൊരു സൂറത്ത്, മറ്റൊരു അധ്യായമായി 25-ാം അധ്യായത്തിലെ 68-ാം വചനത്തിൽ പറയുന്നു. ഫുർഖാൻ എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. സത്യവും അസത്യവും വേർതിരിക്കുന്ന ഉരക്കല്ല് എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. ഈ അധ്യായത്തിലെ 68-ാം ശ്ലോകത്തിൽ പറയുന്നു, വചനത്തിൽ പറയുന്നു, വല്ലദീന, സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവരൊരിക്കലും മറ്റൊരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. എന്നിട്ട് ഉടൻ പറയാം, അതിന്റെ ശേഷം ഏകദൈവത്വം പറഞ്ഞ ശേഷം ഉടൻ പറയാണ് അവരുടെ ഒരു സ്വഭാവം വിശ്വാസികളുടെ വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഒരാളെയും അവർ അന്യായമായി കൊല്ലുകയേ ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയും ഇല്ല. അപ്പൊ വിശ്വാസികളുടെ സ്വഭാവമാണ് ആരെയും കൊല്ലാതിരിക്കുക എന്നുള്ളത്. ഇത് 112 അധ്യായങ്ങളാണ് ഖുർആനിൽ. ഇതിൽ 109-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ കാഫിറുൻ, നിഷേധികൾ എന്നാണ്. സത്യനിഷേധികളോട് ഖുർആൻ വളരെ മതേതരമായ ഒരു കാര്യമാണ് പറയുന്നത്. കുൽ യാ അയ്യു, 109-ാമത്തെ അധ്യായം ആകെ 5 സൂക്തങ്ങളേ ഉള്ളൂ, 6 സൂക്തങ്ങൾ. അതിൽ പറയുന്നു കുൽ, നബി പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, നിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല. അപ്പൊ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കൂല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നു ലക്കും ദീനുക്കും വലിയത്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഒരു മതത്തിന്റെ ആളുകൾക്ക് എങ്ങനെയാണ് അന്യായമായ ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കും? എന്തൊരു കഷ്ടമായത്. താങ്ക് യു വെരി മച്ച്.